Hi everyone, so welcome to our YouTube channel. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബോയ്സിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും യൂഷ്വലി ഗേൾസിൻ്റെ ഒരു ഗ്രൂമിങ് ഗൈഡ് ലൈൻസും ഒക്കെയാണ് ഞാൻ പറയാറുള്ളത്. അപ്പം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോയ്സിന് ക്യാബിൻ ക്രൂ ആവാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ബോയ്സിനുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞു തരോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ എന്ന്. ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഗ്രൂമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ആൻഡ് ഈ ഗ്രൂമിങ് എന്ന് പറയുന്നത് ഗേൾസ് ഒരുപാട് മേക്കപ്പ് ഇട്ട് വരുന്ന ഒരു കാര്യം മാത്രമല്ല. ഗ്രൂമിംഗ് എന്ന് പറയുമ്പം അതിൽ എല്ലാവരുടെയും യൂണിഫോം, നീറ്റ്നെസ്, ഹൈജീൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നോക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ യൂണിഫോം എല്ലാം നല്ല വെൽ അയേൺഡ് ആയിട്ടിരിക്കുക, നമ്മുടെ ഹെയർ എല്ലാം ഇങ്ങനെ മെസ്സി അല്ലാതെ നല്ല ബേബി ഹെയർസൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടാകുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രൂമിങ് എന്ന് പറയുന്ന കാര്യത്തിൽ നോക്കുന്നത്. പിന്നെ ഗേൾസ് ആകുമ്പം അവരുടെ ഗ്രൂമിങ്ങിലെ മേക്കപ്പ് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ബോയ്സും ഇതുപോലെ ഒരുപാട് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് വേണോ ഏവിയേഷനിൽ ഇൻ്റർവ്യൂവിന് പോകാനെന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഫോർമലായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഈ ഒരു ഏവിയേഷൻ ഫീൽഡിലെ ഇൻ്റർവ്യൂ എന്ന് മാത്രമല്ല ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഈ ഒരു രീതിസ് എല്ലാം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഒരു ഫോർമൽ വേയിൽ എപ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം. ഒരിക്കലും ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടീഷർട്ട്, ജീൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാം. എപ്പോഴും ഒരു ഫോർമൽ ആയിട്ടുള്ള ഷർട്ട്, ഒരു പ്ലെയിൻ കളർ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻസ് ഒക്കെ വരുന്ന ഫോർമൽ ആയിട്ടുള്ള ഷർട്ട്സ് ഉണ്ടല്ലോ, അത്തരത്തിൽ ഉള്ള ഷർട്ട്സ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ട്രൗസേഴ്സ് ആണെന്നുണ്ടെങ്കിലും ബ്ലാക്കോ ബ്രൗണോ അങ്ങനത്തെയൊക്കെ കളേഴ്സ് ചൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിലൊരു ബ്ലേസർ അല്ലെങ്കിൽ ഒരു കോട്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചൂസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ മാതിരി മാച്ചിങ് ആയിരിക്കണം ഫുള്ളി. അതായത് ഷർട്ടും ഈ പറയുന്ന ബ്ലേസർ ആൻഡ് ട്രൗസേഴ്സ് തമ്മിൽ നല്ലൊരു മാച്ചിങ് ഉണ്ടാവും. ഇപ്പം ഷർട്ടിൻ്റെ കളർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്ലെയിൻ ആയിട്ടുള്ളത് ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുക. അതുപോലെ ബ്ലേസേഴ്സ് ആയിട്ട് അതിന് കോമ്പിനേഷൻ വരുന്ന രീതിയിൽ ബ്ലാക്കോ ബ്ലൂവോ ഒക്കെ വരുന്ന രീതിയിൽ ചൂസ് ചെയ്യാം. ഒരു ഫോർമൽ ആയിട്ടുള്ള ടൈയും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. കളറും അതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നല്ല അയേൺഡ് ആയിട്ട് വെക്കുക കേട്ടോ. ഒരുപാട് ഇപ്പം നിങ്ങൾ ദൂരത്തു നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുക. ഒത്തിരി ചുളിഞ്ഞു കൂടാനായിട്ട് പാടില്ല. നല്ല വെൽ അയേൺഡ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കണം ധരിച്ചിരിക്കേണ്ടത്. ആക്സസറീസ് ആയിട്ട് ഇടാൻ പറ്റുന്നത് റിങ് ആണ്. അതായത് ഒരു കയ്യിൽ ഒരു ചെറിയ റിങ്, അത് ഒരു പ്ലെയിൻ, ഇപ്പം നിങ്ങളുടെ കല്യാണ മോതിരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആർഭാടകരമായിട്ടുള്ള ഒന്നും തന്നെ പാടില്ല. ജസ്റ്റ് വൺ റിങ് ഒരു കയ്യിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേ കയ്യിലും ഒരെണ്ണം യൂസ് ചെയ്യാം. അങ്ങനെ 2 റിങ് ടോട്ടൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഒന്നും തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ചരട്, ചെയിൻസ് അങ്ങനെയൊക്കെ റിലീജിയസ് ആയിട്ടുള്ളതില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതിപ്പം ബോയ്സ് ആണെന്നുണ്ടെങ്കിലും ഗേൾസ് ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ചെയ്യാതെ ഇരിക്കുക. അവിടെ പിന്നെ ചന്ദനക്കുറി കുത്തിയിട്ട് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഷൂസും ബെൽറ്റും സെയിം കളർ ആവാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ബെൽറ്റ് ആണെന്നുണ്ടെങ്കിലും ലോഗോസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബെൽറ്റ് ചൂസ് ചെയ്യുക. അതിപ്പം ബെൽറ്റ് ബ്രൗൺ കളർ ആണെന്നുണ്ടെങ്കിൽ ഷൂസും ബ്രൗൺ കളർ തന്നെ ആയിരിക്കണം. ഷൂസ് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബെൽറ്റും ബ്ലാക്ക് കളർ തന്നെയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഷൂസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഫോർമൽ ആയിട്ടുള്ള ഷൂസ് എടുക്കുക. അതുപോലെ തന്നെ അത് പോളിഷ്ഡ് ആയിരിക്കണം, വെൽ പോളിഷ്ഡ് ആയിരിക്കണം. അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഷൂ പോളിഷർ കയ്യിൽ തന്നെ വെച്ചേക്കാം. അവിടെ ചെന്നതിന് ശേഷം ഇൻ്റർവ്യൂവിനെല്ലാം കയറുന്നതിന് തൊട്ട് മുൻപേ വാഷ്റൂമിലെല്ലാം ചെന്നിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് വെക്കാം കേട്ടോ. ഫയല് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ബാഗ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ് ബാഗ് ടൈപ്പ് ഓഫ് ബാഗ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിൽ തന്നെ നിങ്ങളുടെ പേഴ്സും കാര്യങ്ങളും ആവശ്യമില്ലാത്തതെല്ലാം വെച്ചേക്കുക. കയ്യിൽ ജസ്റ്റ് ഫയൽ മാത്രം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പേഴ്സും കാര്യങ്ങളൊന്നും പോക്കറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല. പോക്കറ്റിൽ വെച്ച് അത് ബൾജ് ചെയ്തിരിക്കും. അപ്പോൾ അത് കുറച്ച് ഒരു അഭംഗിയായിട്ട് തോന്നും. സോ അതെല്ലാം ഈ ഒരു ബാഗിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇയറിങ്സ് ഒക്കെ ധരിക്കുന്ന ബോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇയറിങ് അത് കുത്തിയേണ്ട ഒരു ഓട്ട ഉണ്ടാവുമല്ലോ, ആ ഹോള് കൂടി ജസ്റ്റ് എന്തെങ്കിലും കൺസീലറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഹൈഡ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിലുള്ളതൊന്നും തന്നെ ഇൻ്റർവ്യൂസിന് ചെല്ലുമ്പം അലൗഡ് അല്ല. സോ ചെവിയിലുള്ള
മാത്രമല്ല കേട്ടോ, റിങ്സ് മാത്രമല്ല, എവിടെയെങ്കിലും വേറെ ഫേസിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അടുത്തത് ഹെയറിൻ്റെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. ഹെയർ നിങ്ങൾ വളരെ ഫോമലായിട്ടുള്ള രീതിയിൽ വേണം കട്ട് ചെയ്തിട്ടുണ്ടാവാനായിട്ട്. പിന്നെ ഒരു തലേ ദിവസമൊന്നും അല്ലാതെ 2 ദിവസം മുൻപേ പോയി ഒന്ന് ഹെയർ കട്ടൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു വരയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്പൈക്ക് വയ്ക്കുന്ന രീതിക്ക് അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു ഫോർമൽ ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈപ്പിൽ തന്നെ കട്ട് ചെയ്യാം. നമ്മളുടെ ഈ കോളറിൻ്റെ ഇവിടെ നിന്ന് ഒരു 1 ഫിംഗർ ഗ്യാപ്പിൽ ജസ്റ്റ് ഈ ഒരു ഹെയർ മാറ്റി കട്ട് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് ഭയങ്കര ഇങ്ങനെ മെസ്സി ടൈപ്പ് ഓഫ് ഹെയർ അല്ലാതെ അതെല്ലാം നല്ല ജെല്ലെല്ലാം തേച്ച് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. ജെല്ല് തേക്കാന്ന് പറയുമ്പം ഒത്തിരി ജെല്ല് തേച്ച് ഇങ്ങനെ പതച്ച് വെക്കുക അങ്ങനത്തെ ഒരു രീതിയല്ല ഉദ്ദേശിക്കുന്നത്. അത് ലൈക്ക് ഒരു ഫോർമൽ ആയിട്ടുള്ള അറ്റയറിന് വേണ്ടിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുൻപേ തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം ഈ ഷർട്ടിലൊക്കെ ഡാൻഡ്രഫ് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം അതെല്ലാം ശ്രദ്ധിക്കുക. ഹെയർ കളേഴ്സ് ഒന്നും തന്നെ അലൗഡ് അല്ല. ഫുൾ നമ്മളുടെ നോർമൽ ബ്ലാക്ക് കളറിലായിരിക്കണം ഹെയർസ്. ഹൈലൈറ്റിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം ഹെയറിനും ഉണ്ടാവേണ്ടത്. പിന്നെ മസ്റ്റായിട്ടും ക്ലീൻ ഷേവ് ആയിരിക്കണം. അതായത് ഇപ്പം ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ മീശ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് മീശ എടുത്തില്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ഫോർമൽ രീതിയിലായിരിക്കണം. അതായത് ഇങ്ങനെ താഴത്തേക്കൊന്നും നീട്ടി വളർത്താനോ അല്ലെങ്കിൽ പിരിച്ചു വെക്കാനോ അങ്ങനത്തെ ടൈപ്പൊന്നും പാടില്ല. ഒരു ഫോർമൽ വേ ഓഫ് പ്രൊഫഷണൽ രീതിയിൽ തന്നെ മീശ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ താടി ഒട്ടും തന്നെ അലൗഡ് അല്ല. ഇപ്പം താടിയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ പുറത്താകും. കാരണം നമ്മളൊരു ഡയറക്റ്റ് എയർലൈൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ കാൻഡിഡേറ്റ്സ് അവിടെ വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് മാക്സിമം ആൾക്കാർ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു ദിവസം കൊണ്ട് അവർക്ക് അത്രയും പേരൊന്നും ഇൻ്റർവ്യൂ ചെയ്ത് തീരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആദ്യം നിങ്ങളിപ്പോൾ താടിയൊക്കെ ഷേവ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയും പൊയ്ക്കോളാൻ. ഈവൻ നിങ്ങളിപ്പം തലേ ദിവസം ഷേവ് ചെയ്തു, നിങ്ങൾ കുറച്ച് ദൂരേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം ആ ഒരു പണി കഴിച്ചതിന് ശേഷം അന്ന് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ താടി കിളിർത്ത് വരുമല്ലോ, അതുപോലും അവർ അലൗ ചെയ്യില്ല. പിന്നെ അതുപോലെ ചില എയർലൈൻസൊക്കെ താടി വയ്ക്കാനൊക്കെ സംഭവിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എയർലൈൻ. അപ്പം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരുടെ ഡിസ്ക്രിപ്ഷൻസ് വായിച്ച് നോക്കുക. ജോബിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്, ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ വായിച്ചതിന് ശേഷം പോകുക. അതുപോലെ തന്നെ മെയിൽ ക്യാബിൻ ക്രൂസ് അലൗഡ് ആയിട്ടുള്ള എയർലൈൻ ആണോ എന്ന് കൂടി നോക്കിയതിന് ശേഷം പോകാം കേട്ടോ. കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇൻഡിഗോൻ്റെ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴത്തേനും അവിടെ ഒരേ ഒരു വ്യക്തി ആൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ക്യാബിൻ ക്രൂസ് ഫീമെയിൽ മാത്രമേ ഇൻഡിഗോയിൽ ഉള്ളൂ. അപ്പം അതെല്ലാം നോക്കിയതിന് ശേഷം ഇൻ്റർവ്യൂവിന് പോകാം കേട്ടോ. പിന്നെ അതുപോലെ ഹൈറ്റ് എത്ര വേണം, നിങ്ങൾക്ക് ആ ഒരു ഹൈറ്റ് ഉണ്ടോ, ആൻഡ് നിങ്ങളുടെ വെയിറ്റ് അതുമായിട്ട് അപ്രോപ്രിയേറ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം പോകുക. പിന്നെ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും സ്കാറോ അല്ലെങ്കിൽ പിമ്പിൾസ് വന്നതിൻ്റെ കുറച്ച് പാടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഗേൾസ് ഹൈഡ് ചെയ്യുന്ന പോലെ ഒരു കൺസീലർ എല്ലാം യൂസ് ചെയ്തിട്ട് അതൊന്ന് ഹൈഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ കൺസീലറും ഫൗണ്ടേഷനും ഒന്ന് യൂസ് ചെയ്ത് ശീലമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് കുറച്ച് മുൻപ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ളതാണോ. പിന്നെ അതെല്ലാം ഒത്തിരി വാരിയിടാനല്ല ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് അതിനെ ഒന്ന് ഹൈഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒന്ന് യൂസ് ചെയ്ത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അന്ന് പോകുന്ന സമയത്ത്. അല്ലാതെ അന്ന് യൂസ് ചെയ്യാൻ ഇരുന്നിട്ട് അന്ന് യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ മേക്കപ്പ് ചെയ്ത പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബോറായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ട്രൈ ചെയ്ത് ഓക്കെ ആക്കി വെക്കുക. പിന്നെ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു വാച്ച് പെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് സ്മാർട്ട് വാച്ചിനേക്കാളും നല്ലത് നമ്മളുടെ നോർമലായിട്ടുള്ള മാനുവൽ വാച്ചസ് ആയിരിക്കും. അതൊരു ലെതർ ടൈപ്പോ അല്ലെങ്കിൽ ചെയിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു സിൽവർ, ബ്ലാക്ക് അങ്ങനത്തെയൊക്കെ ചൂസ് ചെയ്യാം. വാച്ചാണെങ്കിലും ഈ ലെതർ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും കളർഫുൾ ആയിട്ടുള്ളതൊന്നും യൂസ് ചെയ്യാതെ ബ്ലാക്ക്, ബ്രൗൺ അങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങളുടെ നെയിൽസ് ആണെന്നുണ്ടെങ്കിലും വെൽ ട്രിംഡ് ആയിരിക്കണം. അതായത് നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. നെയിൽ പോളിഷ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ ഒരു വിരലും മാത്രം നീട്ടി വളർത്തുക, അല്ലെങ്കിൽ ബോയ്സ് ഇപ്പോൾ എല്ലാ വിരലിലും നീട്ടി വളർത്തുക, അത് അലൗഡ് അല്ല. എല്ലാം നല്ല ഒരേപോലെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവണം. പിന്നെ നിങ്ങൾ ഹൈജീൻ്റെ കാര്യം പറയുമ്പം ഒരു പെർഫ്യൂം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഭയങ്കര ഷാർപ്പായിട്ടുള്ള സ്മെല്ലല്ലാതെ നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ല് തരുന്ന രീതിക്കുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള
പെർഫ്യൂം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ടാറ്റൂസ് ഒന്നും അലൗഡ് അല്ല. ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂസിനാണെന്നുണ്ടെങ്കിൽ ടാറ്റൂസ് ഒന്നും തന്നെ അലൗഡ് അല്ല. അതായത് യൂണിഫോം വെയർ ചെയ്യുമ്പോൾ ടാറ്റൂസ് പുറത്തോട്ട് കാണുന്ന രീതിയിലുള്ള ടാറ്റൂസ് ഒന്നും അലൗഡ് അല്ല. ഗ്രൗണ്ട് സ്റ്റാഫിന് ടാറ്റൂസ് അങ്ങനെ അധികം ഇത് പറയുന്നില്ല. പക്ഷെ അവരുടെ എയർലൈനിൻ്റെ ഏത് എയർലൈനാണോ പോകുന്നത് അവരുടെ ഡിസ്ക്രിപ്ഷൻ, അതായത് ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ എങ്ങനെ വരണം എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും ഡീറ്റെയിൽസ്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാം വായിച്ച് നോക്കി അതിലെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം ഫയലൊക്കെ കൊണ്ടുപോകുമ്പം അത്യാവശ്യം നല്ലൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഫയൽസ് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതായത് ഈ ചെറിയ ടൈപ്പ് ഓഫ് നമ്മൾ സ്കൂളിലൊക്കെ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഉണ്ടല്ലോ, ആ ഒരു ഫയൽ അല്ലാതെ ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഫയൽ യൂസ് ചെയ്യാം. ആൻഡ് അതിൽ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെച്ചേക്കുക. CV, 10th +2 ഡിഗ്രി, അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സ്, ആധാർ കോപ്പി, അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും കീപ്പ് ചെയ്തേക്കാം. സോ ഇതൊക്കെയാണ് ബോയ്സിൻ്റെ ഗ്രൂമിങ് ഗൈഡ് ലൈൻസിൽ ഉള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്നോ അറിയില്ല. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് വാച്ചിങ് മൈ വീഡിയോസ്. ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.